മുമ്പ് ഞാൻ ഒരു യുക്തിവാദിയൊക്കെ ആയിരുന്നു. ദൈവം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ അവന്റെ കൈ ഞാൻ വെട്ടും. പക്ഷെ ഇതാ സിനിമ തുടങ്ങാറായപ്പോ പ്രത്യേകം പൂജിച്ച് കെട്ടിയതാ മൂകാംബിക്കുന്നത്. കണ്ടോ? ആ നിക്ക്, ഇതേ വിജയസൂക്ത മോതിര. ഇതിട്ട പടം 100 ദിവസം ഓടുമെന്ന മാധവസ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ശത്രു സംഹാര ഹോമത്തിന് ഇന്ന് ചീട്ടെടുത്തിട്ടുണ്ട്. ദേ, ഇത് റിലീസിന് നല്ല തിയേറ്റർ കിട്ടാൻ, ഇത് റിലീസിംഗ് ദിവസം മഴ പെയ്യായിരിക്കാൻ, ഇത് കൂടെ ഇറങ്ങുന്നവരുടെ പടം 8 നില പൊട്ട. ഇനിയുണ്ട്. സോറി, ഇനി 4-5 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. വേണേ കെട്ടിക്കോട്ടെ. ആവശ്യം വരുമ്പോ ചോദിക്കാം. ഏതാന്ന് വെച്ച് നോക്കിയെടുത്തോ. പടം തുടങ്ങാറാകുമ്പോഴേ നീയും കെട്ടും വൈശാഖ് ഇതൊക്കെ. അമ്മേ, ചേച്ചി, ഞാൻ പോണു. പൂജയ്ക്ക് വരണേ. സ്വാമിയേ ശരണമയ്യപ്പ. അന്തോണീസ് പുണ്യാള പഠിച്ചോനെ കത്തോളെ. വൈശാഖൻ സാറ്. നിങ്ങൾ പൂനെന്നാണോ? അമ്മ ചുമ്മാ ഇരുന്നേ. എന്താ സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? പറയാം, ഒന്ന്. അങ്ങോട്ടിരിക്കാം. ഞാൻ മീര, ഇത് രേവതി. സാറൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോണെന്നറിഞ്ഞു. അല്ല, സാറിന്റെ ഓഫീസിലെ പ്രിയദർശൻ, അയാളൊരു സാധുവാണ് സാർ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്രൊഡ്യൂസർ ആരാണെന്നോ തിരക്കഥ എന്താണെന്നോ ഒന്നും ആ പാവത്തിന് അറിയില്ല. സാർ അവനോട് കഥ പറയാൻ പോവാണല്ലേ. അവനാകെ തീ പിടിച്ച് നടക്കുക. പാപം കിട്ടും സാർ. ഓ, ഇദ്ദേഹമാണല്ലേ ആ ആള്. എണീറ്റേ, എണീക്കാൻ. എല്ലാവരോടും ചേർന്ന് എന്നെ കളിപ്പിക്കാൻ നിൽക്കണോ? അവൻ പറഞ്ഞു വിട്ടതായിരിക്കും. അയ്യോ അല്ല സാർ, പ്രിയനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. കണ്ടപ്പോ കഷ്ടം തോന്നി. ഒരു 3-4 മാസം കൂടി സാർ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു പോയേ. എന്നാ വേറൊരു കാര്യം പറയട്ടെ. സാർ അവധി എടുക്കുന്ന സമയത്തെ ശമ്പളം എത്രയാന്ന് വെച്ചാ. കളിയാക്കലും കൊച്ചാക്കലും കൊണ്ട് ഞാൻ മടുത്തിരിക്കുക. അപ്പോഴാ സാറിനൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ പാടാണെങ്കിൽ രേവതിയുടെ അച്ഛൻ വലിയ കാശുകാരനാ. ഇവള് പറഞ്ഞ അദ്ദേഹം സിനിമ എടുക്കും. എനിക്കാരുടെ ഔദാര്യം വേണ്ട. അവന്റെ ഫാൻസ് അല്ലേ? പെമ്പിള്ളേർക്ക് ഇപ്പൊ ഊപ്പള മതി. ഞാൻ ഈ മുടിയും വളർത്തി നടന്നിട്ട് ഒരു കാര്യമില്ല. അവരെ ഇങ്ങനെ വെറുപ്പിച്ച് വിടണ്ടായിരുന്നു. അവരെ ചിലപ്പോ ദൈവമായിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവന്നത്. ഈ ചരടിന്റെ ഒരു ബലമാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ സിനിമ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ? അച്ചായം കൈവിട്ടാലും നമുക്കൊരു പ്രൊഡ്യൂസർ ആയില്ലേ? ഇപ്പൊ സാറിന്റെ മനസ്സിൽ മറ്റൊരു ലഡ് പൊട്ടിയില്ലേ? ഇവിടെയാണ് നമ്മുടെ ഇന്റർവെൽ. എന്തോ ഒരു ശബ്ദം. എവിടെ നിന്നാണത്? ഇന്റർവെല്ലായി. ഓ, വളരെ സന്തോഷമായി. കുറച്ച് കാലത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി. ഞാൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു കയറില്ലട്ടാ. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട. കളിയാക്കുകയാണോ? ഇതുപോലുള്ള കഥകളെടുത്ത് നിങ്ങളല്ലേ പ്രേക്ഷകരെ കളിയാക്കുന്നത്? എഴുതിക്കാണിപ്പ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങി. ആരോ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഈ പടം കാണില്ല. വയറ്റിലുള്ള കോഴി വരെ കൂവില്ലേ? അനാവശ്യം പറഞ്ഞോളൂ. ഇതെന്താ അനാവശ്യം? ഈ പടം എങ്ങനെ റിലീസ് ചെയ്താൽ ഇറങ്ങുന്ന തിയേറ്ററിൽ പോയി നോക്ക്. അവിടെ കേൾക്കുന്ന അനാവശ്യമായിരിക്കുള്ള അനാവശ്യം. അപ്പൊ ഞാൻ പോകുന്നു. മക്കളെ പ്രിയ, ഈ മാതിരി ഈ ചാണാപ്പുളി കഥയായിട്ട് എന്നാൽ പ്രൊഡ്യൂസർമാരായിരിക്കും കിട്ടുക, വേറെ ചെറുതായിരിക്കും കിട്ടുക. അത് വാങ്ങിക്കാൻ റെഡി ആയിക്കോ. ആരാണ് ഈ റാസ്കൽ? ബ്ലഡി ഫൂൾ! ഇവന് സിനിമയെ കുറിച്ച് എന്ത് കിഴങ്ങാണ് അറിയാവുന്ന? ഞാൻ ആരാണെന്ന് കരുതി? ആള് ഭയങ്കര പാവാ സാറേ. ഉള്ളതുപോലെ പറയുന്ന പ്രകൃതമാ. ഓ, കഥ റെഡി ആയിട്ടില്ലെന്നേ. തുടങ്ങണം. തട്ടിക്കൂട്ട് പരിപാടി മേലെ പെണ്ണുമ്പിള്ളയുടെ ആഭരണം 2.5 കോടിയാ പോയത്.
താൻ വേറെ വല്ലതും പറ. ആ മധു, നീ എവിടാ? പുറത്താന്നോ? സാർ ഓർഡർ തന്നാ വേണ്ടേ? എന്റെ ബില്ലല്ലേ താൻ അടിച്ചോ. എന്ത് പറ്റി സാർ? ഇനി ഇവിടെ എന്നാ കൂടുതൽ വല്ലതും പറ്റും. നമസ്കാരം. വൈശാഖന്റെ ഞങ്ങൾ വരുന്ന ന്യൂസ് കിട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? രാമേശ്വരത്ത് പോയാൽ ശനീശ്വര കൂടെ വരുമെന്ന് കേട്ടിട്ടില്ലേ? എടാ മധുവേ, പോലീസിനെ വിളിക്കടാ. എനിക്കിവിടെ മനസ്സമാനോട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ഇതാണല്ലോ പ്രൊഡ്യൂസർ. ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസറെ കാണുന്നു. ഞാൻ വിചാരിച്ചു പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ ഇതിപ്പോ നമ്മളൊക്കെ പോലെ അല്ലയോ? സംസാരിക്കണമെന്നറിയോ? ആണ് താനെത്ര ചൂടാവുന്നത്? പ്രിയനോട് കളിക്കരുത് കേട്ടോ. ഇയാളെത്ര ചൂടാവുന്നത്? ഇത് സാറിന്റെ അർത്ഥം അല്ലയോ? ആ, എല്ലാ എർത്തുകളും ഇങ്ങനെ ഏമാനേക്കാളും വലിയ പുള്ളികളാന്നാ വിചാരം. ഏമാൻ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ആദ്യം വലിയ ഈ എർത്തായിരിക്കും കേട്ടോ. എന്റെ കഞ്ഞി പാറ്റിയിട്ടരുത്, മിണ്ടായിരിക്കും. അയ്യോ സാറേ, ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും മുന്നേ വെച്ച് ഇയാളെന്നെ കൊച്ചാക്കിയപ്പോ സാർ നിൽക്കുന്നത് നോക്കാതെ ക്ഷമിക്കണം കേട്ടോ സാറേ. ആരാ ഇയാള്? എനിക്ക് വേണ്ടി കഥ പറയാൻ വന്നാളാ. അതിപ്പോ ഞങ്ങള് ഒരു കഥ കേൾക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ല, നമുക്ക് കേട്ടേക്കല്ലേ? പറയാൻ പോകുന്ന ഈ കഥയുടെ ആശയം ഒറ്റ വാക്കി പറയാവോ? അച്ഛായത് വിജനമായ പാതയിലൂടെ ഒരു ഏകാന്ത പതികൻ വെയിലത്ത് വരുന്നു എന്ന മട്ടിലാണെങ്കിൽ അതിന് സമയം കളയണമെന്നില്ല. സാറേ, കഥ പറയാനെന്ന് എനിക്കറിയില്ല. എന്നാലും ഒറ്റ വാക്കി പറഞ്ഞ ജയിക്കാൻ തീരുമാനിച്ചവനെ തോപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഈ കഥ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? കഥ പറഞ്ഞ് കൊളമാക്കിയായിരുന്നു. കലക്കി മോനെ. ഡാ, നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക് വിട്. ഇന്ന് എന്റെ വക ചെലവാണ് പ്രിയ. അയ്യോ സാറേ, ഞാനില്ല. ഇതിലിങ്ങോട്ട് വന്നപ്പോ തന്നെ ഇതിനകത്തുള്ള തണുപ്പ് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റിയല്ലായിരുന്നു. ഞാൻ നടന്നങ്ങ് പൊക്കോളന്നെ. അപ്പൊ പിന്നെ ബാക്കിയുള്ള കഥ അങ്ങ് ആലോചിക്കാമല്ലോ. എന്നാ പിന്നെ ഞാൻ നടക്കാം. സാറേ, സാറ് വെയിൽ കൊള്ളാനൊന്നും പോവരുത്. AC അടിച്ചില്ലെങ്കിൽ ജലദോഷം വരുന്ന ശരീരപ്രകൃതമാണ് സാറിന്റേത്. മാത്രമല്ല വെയിൽ കൊണ്ടാൽ നീ പോ. ടൈറ്റിലിന് ശേഷം നമുക്ക് നന്ദുവിന്റെ രണ്ടാം ഘട്ടത്തിൽ തുടങ്ങാം അല്ലേ? ഈശ്വര, ഞാൻ കാണുന്നത് സത്യം തന്നെയാണോ? വൈശാഖ സാർ ജീവിതത്തിൽ ആദ്യമായി നടന്നു പോകുന്നു. ഇനി എന്തൊക്കെ അസുഖങ്ങൾ വരുമോ ആവോ? കള്ളപ്രിയ, സത്യം പറ, എന്നാ നീ ഇൻഡസ്ട്രിയിലായിരുന്നില്ലേ? ഇൻഡസ്ട്രിയോ? അതെന്നാ? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഓ, ഈ ത്രെഡ് നീ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ത്രെഡോ? ഇതെന്നാ പറയുന്നേ? ഓ സൂപ്പർ. ഇതൊക്കെ സിനിമാ പദങ്ങളാണ്. ഈ അച്ഛനും മോനും സൈക്കിളിൽ പോകുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ, അത് നമുക്കൊരു ട്രാക്ക് ഇട്ട് പിടിക്കാം. റെയിൽവേ ട്രാക്കോ? ട്രാക്ക് ആൻഡ് ട്രോളി. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ടിഫിൻ ബോക്സ് തുറക്കുന്ന ഷോട്ടില്ലേ, അത് നമുക്ക് എന്താ പറയാ, ഒരു ക്രെയിൻ ഇട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം എങ്ങനെ പിടിച്ചാലും സിനിമയെ കണ്ടാവും. രേവതി. അയ്യോ വീര, ദേ പ്രിയൻ ഇതെവിടെ പോയതാ? ഷോപ്പിങ്ങിന് പോയതാ. ആണോ? അതെ, പിന്നെ നമ്മുടെ അച്ചായ സാറിന് കഥ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പ്രിയൻ പറഞ്ഞു. പൂനെന്ന് പഠിച്ചിറങ്ങിയതല്ല ഞാൻ. ആ അല്ല, രേവതി എന്തിനാ പഠിക്കുന്നു പറഞ്ഞില്ല? MSc. MK ഗ്രൂപ്പിന്റെ MD യുടെ മോളാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ബൈ ദ ബൈ, അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്ത് എവിടേക്കാണ് ബിസിനസ് ഉള്ളത്? ശ്രീലങ്കയിലും ദുബായിലും. ഹലോ, ഞാൻ ഈ കുട്ടിയോടാണ് സംസാരിക്കുന്നത്. എന്ത് ചോദിച്ചാലും താൻ എന്തിനാണോ മറുപടി പറയുന്നത്? അത് മീര എന്നെ പോലെ തന്നെ. സാറ് ചൂടാന്നിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആള് ഭയങ്കര ശുദ്ധനാ. ആര് പറഞ്ഞു ഞാൻ ശുദ്ധനാണെന്ന്? ആര് പറഞ്ഞു? ഞാൻ ചൂടനാ, മഹാചൂടനാ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ സാർ എത്രമാത്രം ശുദ്ധനാന്ന്? സാറ് ചൂടാവുന്നതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങ് ചിരി വരുന്നേ. എന്നാ പിന്നെ ഇവരങ്ങ് പൊക്കോട്ടില്ലയോ? അല്ല, എന്താ ഇത്ര ധൃതി? അല്ല, അവര് വീട്ടിലൊക്കെ അന്വേഷിക്കുന്നേ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. എന്നാ പൊക്കോ. പിടിച്ചിരിക്കണം കേട്ടോ. അതൊക്കെ പോയാ മതി. പോക്ക് കണ്ടു. ഒരു കോടീശ്വരന്റെ മകളാണെന്നുള്ള ഭാവമേ ഇല്ല. പിന്നെ പ്രിയ, ഇപ്പൊ ക്രെയിൻ താഴെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ.